കണ്ണൻ, ഇപ്പോൾ ഈ ഒരു ശബരിമലയിൽ നമുക്കറിയാം, ഈ ഒരു മണ്ഡലകാലം വരുമ്പോഴൊക്കെ തന്നെ വലിയ രീതിയിൽ തിരക്കാണ്. ഓരോ വർഷവും അഭൂതപൂർവ്വമായിട്ടുള്ള തിരക്കാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ധാരാളം വികസന പദ്ധതികളാണ് ഈ ഒരു ആഗോള അയ്യപ്പ സംഗമത്തിൽ പല ആളുകളും മുന്നോട്ട് വെക്കുന്നത്. അപ്പോൾ ഈ ഒരു പോലീസിന്റെ ഒരു പദ്ധതി, അതായത് ഈ ഒരു തിരക്ക് നിയന്ത്രണത്തിനായിട്ടുള്ള ഒരു പദ്ധതി, അത് ഒരു 10 വർഷം മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു പ്ലാനാണ്. അപ്പോൾ അത് എന്തായാലും ശബരിമലയിലെ വികസനത്തിൽ അത് ഏറ്റവും മുൻപന്തിയിൽ തന്നെ ഉണ്ടാകും, അല്ലേ? 52 പേരാണ് ഹൃദയാഘാതം മൂലം മരിച്ചത്. അത് മല കയറുന്ന സമയത്ത് ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. പരമാവധി അയ്യപ്പ ഭക്തന്മാർ ശബരിമല ദർശനം കഴിഞ്ഞ് അവരുടെ വീട്ടിലെത്തുന്നത് വരെ അവരുടെ ഒരു സുരക്ഷ ഉറപ്പാക്കുക എന്നുള്ളതാണ് കേരള പോലീസിന്റെ ഒരു ദൗത്യം. അവരുടെ ലക്ഷ്യം അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ പക്ഷേ മരണങ്ങൾ ഉണ്ടാകുന്നു, അത് കുറയ്ക്കുക മാത്രമല്ല ഇവിടെ എത്തുന്ന ഭക്തന്മാർക്ക് കൃത്യമായിട്ടുള്ള സുഖദർശനം ഉണ്ടാക്കുക എന്നുള്ളതാണ്. അല്ലാതെ ഈ ശബരിമലയിലെ പോലീസ് കോർഡിനേറ്റർ ADGP ശ്രീജിത്ത് IPS ഇന്നലെ അത് സംസാരിക്കുമ്പോഴും അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. 2 ദിവസം മുൻപ്, അതായത് ഈ തീർത്ഥാടന കാലം, ഈ മാസപൂജയ്ക്ക് തുറന്ന ശേഷവും ഹൃദയാഘാതം വന്ന് മരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ക്രൗഡ് മാനേജ്മെന്റ് ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. ഇന്നിപ്പോൾ ഈ വേദിയിലല്ല, മറ്റൊരു വേദിയിൽ നടക്കുന്ന പ്രധാനപ്പെട്ട ഒരു ചർച്ച എന്നത് ഈ ക്രൗഡ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ക്രൗഡ് മാനേജ്മെന്റ് എങ്ങനെയൊക്കെ ശബരിമലയിൽ തിരക്ക് നിയന്ത്രിക്കാം, അതൊരു മാസപൂജ കാലത്തുള്ളതല്ല, മണ്ഡലകാലത്തല്ല. അനന്ത എങ്ങനെ നിയന്ത്രിക്കാൻ കഴിയും എന്നുള്ളൊരു വലിയ പ്രതിസന്ധിയുണ്ട്. സാധാരണഗതിയിൽ ഈ ശബരിമല സീസൺ ആവുമ്പോൾ, അത് മണ്ഡലകാലപ്പോൾ അതിന് തൊട്ടു മുമ്പുള്ള തലേ മാസമാണല്ലോ ഇവിടുത്തെ അവലോകന യോഗം നടക്കുന്നത്. ആ സമയത്താണ് പോലീസും ദേവസ്വം ബോർഡും ഒക്കെ ചേർന്നിരുന്ന് ക്രൗഡ് മാനേജ്മെന്റിനെ കുറിച്ചും തിരക്ക് നിയന്ത്രണത്തെക്കുറിച്ചും ഒക്കെ അതാത് വർഷം ഒരു പ്ലാൻ ഉണ്ടാകും. അത് ആദ്യമേ വിവാദത്തിലാകും, പിന്നെ അത് ഇംപ്ലിമെന്റ് ചെയ്ത് അത് ആദ്യം കുഴപ്പത്തിലാകും, പിന്നെ അത് ഏതാണ്ട് മകരവിളക്ക് ആകുമ്പോഴത്തേക്ക് അതങ്ങ് ശരിയാവത്തുള്ളൂ. മുൻപത്തെ മണ്ഡലകാലത്ത് നമ്മൾ കണ്ടതാണ് ഈ ക്രൗഡ് മാനേജ്മെന്റിന്റെ ഒരുപാട് കഴിഞ്ഞ വർഷം ഒരു ഉദാഹരണം പറയാം. കൊണ്ടുപോയി കഴിഞ്ഞ വർഷം അതിഗംഭീരമായി പോലീസിന് ക്രൗഡ് മാനേജ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യം. പക്ഷേ കഴിഞ്ഞ മുന്നിലത്തെ വർഷം അത് ചില ഒരു നടപ്പാക്കുന്നതിന്റെ പ്രശ്നമായിരിക്കാം. അത് ചില ഉദ്യോഗസ്ഥരുടെ എക്സ്പീരിയൻസിന്റെ കുറവുണ്ട്. കാരണം ഇത് നിലയ്ക്കൽ തൊട്ട് നിയന്ത്രിച്ച് ഇപ്പം കഴിഞ്ഞ വർഷം അവർ അത് മാനേജ് ചെയ്തതെന്ന് പറഞ്ഞാൽ നിലയ്ക്കല് ബസ് ഇറങ്ങുമ്പോൾ അടുത്ത ബസ് സ്റ്റാൻഡിൽ പിടിക്കുമല്ലോ. അപ്പോൾ അതിൽ അയ്യപ്പന്മാർ കയറുന്ന സമയം അത് കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് അവിടെ തൊട്ടാണ് അതിന്റെ തിരക്ക് നിയന്ത്രണം തുടങ്ങുന്നത്. തിരക്ക് നിയന്ത്രണം നമുക്ക് നിസ്സാരമെന്ന് തോന്നാം, പക്ഷേ അങ്ങനെയല്ല. ഈ വലിയ തിരക്ക് വന്നിട്ട് ആ 18-ാം പടിയിൽ അവിടെ എത്തുമ്പോൾ ഒരു കുപ്പിക്കഴുത്ത് പോലെ ആകുകയാണ്. അപ്പോൾ അവിടെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു മാനേജ്മെന്റ് ഉണ്ടായില്ലെങ്കിൽ ഇതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് സന്നിധാനത്ത് 18-ാം പടിയിലല്ല ഇതിന്റെ നിയന്ത്രണം, ഇത് നിലയ്ക്കലാണ് നിയന്ത്രണം. നിലയ്ക്കലെന്ന് അയ്യപ്പന്മാരെ പമ്പയിലേക്ക് ബസ് വിടുന്നത് കൺട്രോളിങ് എത്രത്തോളം ഉണ്ടോ അതുപോലെ തന്നെ തിരിച്ച് പമ്പയിൽ നിന്ന് നിലയ്ക്കലേക്ക് പോകുന്ന തിരിച്ചുള്ള റൂട്ടും അത് ക്ലിയർ ചെയ്ത് പോലീസുകാർക്ക് കൃത്യമായി ദീർഘവീക്ഷണം വേണം. പ്ലാനിങ്ങിന് വലിയ ദീർഘവീക്ഷണം വേണം. നിലയ്ക്കൽ ഈ മണിക്കൂറിൽ എത്ര അയ്യപ്പന്മാര് പമ്പയിലേക്ക് പോയി എന്നുള്ളൊരു കാൽക്കുലേഷൻ വേണം. അപ്പം അത് രണ്ടും പ്രധാനമാണ്. അതുപോലെ തന്നെ വിശ്വാസം ഇല്ല എന്ന് പറയുമ്പോൾ പോലും നമുക്ക് കാണാൻ നമ്മുടെ പിന്നീട് കാണുന്ന ആ ദൃശ്യങ്ങളിലേക്ക് പോകാൻ സാധിക്കും. കാര്യം പുലിവാഹനായിട്ടുള്ള അയ്യപ്പൻ തൊട്ട് താഴെ പുലിക്കുഞ്ഞുങ്ങളുടെയൊക്കെ രൂപങ്ങളൊക്കെ തയ്യാറാക്കി വെച്ചുകൊണ്ടുള്ള ഒരു ക്രമീകരണങ്ങളാണ്. കേരളത്തിന്റെ ആന അതെ, ഒരു കാടിന്റെ പ്രതീതി എങ്ങനെ വരുന്ന ആൾക്കാർക്ക് സൃഷ്ടിക്കാമെന്നുള്ളതാണ് ഒരു സർക്കാർ ഉദ്ദേശിക്കുന്നത്. ഇതൊരു കാനന ക്ഷേത്രമായതുകൊണ്ട് ഈ ഒരു കാനനത്തിന്റെ ഒരു അവസ്ഥയും കൂടെ ഇവിടെ പ്രതിഫലിപ്പിക്കണം. നേരത്തെ ഒരു സംഘടനയിൽപ്പെട്ടവരാണ് സംസാരിച്ചത്. അപ്പൊ അവര് പറഞ്ഞ കാര്യം, അവര് വികസനത്തിന്റെ കാര്യം പറയുന്നതിനൊപ്പം തന്നെ ഇവിടെ വരുന്നവർക്ക് പലർക്കും ശബരിമല ആചാരവുമായിട്ട് ബന്ധപ്പെട്ട വിഷയം വളരെ